അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 40 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാ. 41ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു ത്വലബാ. 41ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം നോക്കാം. ഔ യുസ്ബിഹ, ഔ യുസ്ബിഹ. വാവിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, അതുപോലെ സ്വാദിൻ്റെ മുകളിലും സുക്കൂനുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഔ യുസ്ബിഹ. ഓക്കെ, ഔ യുസ്ബിഹ മാഉഹ. മാഉഹ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുത്തസിലാണ് അല്ലേ. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, ഒറ്റ പദത്തിൽ. അപ്പം നമ്മൾ അവിടെ 4-5 ഹറക്കത്ത് നീട്ടി ഓതണം. ഓക്കെ, മാഉഹ. ഹാക്ക് അലിഫ് മദ്ദുണ്ട്, 2 അനക്ക് നീട്ടി ഓതി കൊടുക്കണേ. ഗൗറൻ, ഗൈൻ. അപ്പോൾ നമ്മൾ തൊണ്ടേൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഗൈൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാവിന് സുക്കൂനാണ്, ഹഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ ഇഖ്ഫാ ചെയ്യലാണ്. എന്ത് ചെയ്യണം? മറച്ചു മണിച്ചോദനം. ഓറൻ എന്ന് പറയില്ല, രണ്ടും വേറെ വേറെ ആയിട്ടാണല്ലേ ഫഥ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മറച്ചു മണിച്ച് ഇഖ്ഫാ ചെയ്ത് ഓതണം കേട്ടോ. ഫലൻ, ഇവിടെയും ഇഖ്ഫാ ആണ്, നൂന് സുക്കൂൻ ഇല്ലല്ലോ, അപ്പോൾ അവിടെ വ്യക്തമാക്കി ഫലൻ എന്ന് നമുക്ക് ഓതാൻ കഴിയില്ല. ഫലൻ ഇഖ്ഫാ ചെയ്ത് ഓതുക കേട്ടോ. ഫലൻ തസ്തതിഅ. തസ്, സീനിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക. തസ് തസ്തതിഅ. ത്വഇന് ശേഷം യാ മദ് വന്നിട്ടുണ്ട് അല്ലേ. ത്വയ് നീട്ടി കൊടുക്കുക കേട്ടോ. ത്വയ് തസ്തതി. ത്വഇനെ നീട്ടി, ഈ 2 അക്ഷരം നീട്ടി കൊടുക്കുക. തസ്തതി. ഓക്കെ, ത്വയ്അ, തസ്തതിഅ. ഐൻ, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഓതുക കേട്ടോ. തസ്തതിഅ ലഹു. ലഹു, ഇതിൻ്റെ കൂടെ വാവ്, ഒരു കുഞ്ഞു വാവ് വന്നിട്ടുണ്ട് അല്ലേ, അവിടെ 2 അനക്ക് നീട്ടി കൊടുക്കണേ. ലഹു ത്വലബ. ത്വലബ, ത്വ ഉയർത്തി പറയണ ലെറ്റർ ആണല്ലേ ത്വ. ഇവിടെയൊക്കെ ത്വ ഉണ്ട്, ത്വഇനെ ഉയർത്തി പറയണം കേട്ടോ. ത്വ ത്വ. ത്വലബ, 2 അനക്ക് നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. 42ാമത്തെ ആയത്ത് ഓതി നോക്കാം. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها. على ما أنفق فيها وهي خاوية على عروشها. على عروشها ويقول يا ليتني لم أشرك بربي أحدا. തജ്വീദ് നിയമം നോക്കാം. വഉഹീത്ത. ഉഹീ, ഹഇന് കൂടെ തന്നെ യാ മദ് വന്നിട്ടുണ്ട്. ഉഹീ, 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വഉഹീത്ത. തോനെ ഉയർത്തി പറയണം കേട്ടോ. വഉഹീത്ത ബിസമരിഹി. സാൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പല്ലിൻ്റെയും നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സഇനെ ഉച്ചരിക്കാൻ. ഓക്കെ, ബിസമരിഹി. ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഹഇന് ശേഷം ഈ ഒരു ചിഹ്നം കണ്ടാൽ 2 അനക്കം നീട്ടി കൊടുക്കുക. ബിസമരിഹി ഫഅസ്ബഹ. ഫഅസ്, സ്വാദിന് സുക്കൂൻ, ഹഫ് സുക്കൂന് കൊടുക്കുക. ഫഅസ്, ഫഅസ്ബഹ. ഹഇനെ ഹഇൻ്റെ ഒരു ശബ്ദം തന്നെ കൊടുക്കുക കേട്ടോ. ഫഅസ്ബഹ എന്നായി പോവരുത്. പല ആളുകളും ഓതുമ്പം ഹ എന്ന് ഉള്ള ഉച്ചാരണമാണ് വരുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഫഅസ്ബഹ യുഖല്ലിബു. യുഖല്ലിബു ആവരുത്, യുഖല്ലിബു. ലാമിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. യുഖല്ലിബു കഫൈഹി. കഫൈഹി
കാഫ്. കഫൈഹി എന്ന് ഓതരുത്, കാഫിനൊരു ചെരിവ് വേണം കേട്ടോ. കഫൈഹി. ഫന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. കഫൈഹി അലാ മാ അൻഫഖ. ഇവിടെ വന്നിട്ടുള്ളത് മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. ഓക്കെ. അൻഫഖ ഫീഹ. ഫീഹ രണ്ടനക്കം നീട്ടാനുള്ള സാധാരണ മദ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഫീഹ വഹിയ ഖാവിയതുൻ. വഹിയ ഖാവിയതുൻ. തുൻ. ഇവിടെ നോക്കൂ, ഖാവിയത്തുൻ. രണ്ട് ലൊമ്മ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതണം. ഖാവിയത്തുൻ എന്ന് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. അല ഉറൂഷിഹ. അല ഉറൂഷിഹ. ഇവിടെയൊക്കെ ഐന് തൊണ്ടേന്ന് വരുന്ന അക്ഷരമാണ്, പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. അല ഉറൂഷിഹ. ഇവിടെയൊക്കെ നീട്ടി കൊടുക്കുക. വ മദ് വന്നിട്ടുണ്ട്, അതുപോലെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടി കൊടുക്കുക. സാധാരണ മദ്ദുകളാണ്. ഓക്കെ. ഉറൂഷിഹ. വയഖൂലു യാ ലൈതനി. വയഖൂലു യാ ലൈതനി. യഖൂലു രണ്ടനക്കം നീട്ടുക. യാ രണ്ടനക്കം നീട്ടുക. ലൈതനി. കണ്ടോ, യാ ലൈതനി. രണ്ടനക്കം നീട്ടാനുള്ള സാധാരണ മദ്ദുകൾ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോതുക. യഖൂലു യാ ലൈതനി ലം ഉശ്രിക്. ലം ഉശ്രിക്. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂനാണ്. ഉശ്രിക്. ഓക്കെ. ഉശ്രിക് ഹാഫ് സുക്കൂനാട്ടോ ഇവിടെയൊക്കെ കൊടുക്കേണ്ടത്. ബിറബ്ബി അഹദ. ബിറബ്ബി മദ് മുൻഫസിലാണ് അല്ലേ. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. നാലനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. അഹദ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. 43-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. വലം തകുൽ ലഹു ഫിഅതുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. ഓക്കെ. തജ്വീദ് നിയമം നോക്കാം. വലം തകുൽ ലഹു. വലം. വലം. ലം ഇവിടെ വ്യക്തമാക്കി ഓതുക കേട്ടോ. മീമിന് സുക്കൂന് വരുമ്പം വലം. തകുല്ലഹു. നൂനിന് ശേഷം ലാമു വന്നു അല്ലേ. സക്കിനായ നൂനോ തൻവീനോ ശേഷം ലാമ് റോ, ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ എന്ത് ചെയ്യണം? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെ ഓതുക? തകുല്ലഹു. തകുല്ലഹു. ഓക്കെ. ലഹു ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഫിഅതും. ഫിഅ ഹംസ വന്നിരിക്കുന്നത് നോക്കൂ. നമ്മൾ പഠിച്ചതാണ് ഹംസ പല ലെറ്റേഴ്സിന്റെ മുകളിൽ വരൂ അല്ലേ. ഇവിടെ ഫിഅ ആ എന്നുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. ഫിഅതുൻ. തൻവീനു ശേഷം യ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ആംബിയൊന്ന ചെയ്ത് ഓതുക കേട്ടോ. യൻസുറൂനഹു. ഇവിടെ നൂന് ഇഖ്ഫാ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം? മറച്ച് മണിച്ചോദനം. യൻസുറൂന എന്ന് ഓതാൻ കഴിയില്ല, അവിടെ സുക്കൂനില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറച്ച് മണിച്ചോതും. മറച്ച് ഓതുന്നതിന് എന്താ പറയാ? ഇഖ്ഫാ എന്നാ പറയാ കേട്ടോ. യൻസുറൂനഹു. യൻസുറൂനഹു സാധാരണ മദ്ദാണ്. ഇവിടെയൊക്കെ രണ്ടനക്ക് നീട്ടി കൊടുക്കണേ. മിൻ ദൂനി. ഇവിടെ ഈ നൂന്റെ മുകളിൽ സുക്കൂന് കാണുന്നില്ല അല്ലെ. ഇഖ്ഫാ ആണ് അവിടെ കേട്ടോ. ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ചോതുക. മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. വമാ കാന സാധാരണ മദ്ദുകള് രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വമാ കാന മുൻതസിറാ. ഓക്കെ. ഇവിടെ ഇഖ്ഫ ആണ്. നൂനെ മറച്ച് മണിച്ചോദനം കേട്ടോ. മുൻ എന്ന് ഓതാന് നൂന്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല അല്ലേ. ഓക്കെ. നമുക്ക് ഇത്രയും ഓതിയതിൽ നിന്ന് നമുക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലേ. മുൻതസിറാ. ഓക്കെ. അപ്പോൾ അലിഫ് മദ് അവസാനത്തിൽ വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.